ഞാൻ എൻ്റെ സ്കൂളിലെ ഫംഗ്ഷൻ കഴിഞ്ഞ് എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിനെ കാണാൻ കോൺവെന്റിലേക്ക് ഇറങ്ങുകയാണ്. ആ പോകും വഴിയാണ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂം. അപ്പോൾ അവിടെ കയറി ഞാൻ ഇരുന്ന സ്ഥലവും എൻ്റെ ക്ലാസ് റൂമും ഒക്കെ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങി കണ്ടു. ആ വരാന്തയിലൂടെ ഒക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകളും സന്തോഷവുമായിരുന്നു. ഞാൻ ചിരുവിനോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇത് ഞാൻ പഠിച്ച സംസ്കൃതം ക്ലാസ്സാണ്. ജിനു അവിടെ നടക്കുന്ന ഓരോരോ ഡെവലപ്മെന്റിനെ കുറിച്ചും മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. ജിനു ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോൺവെന്റിലേക്ക് പോയി. കോൺവെന്റിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഞങ്ങളെ ഡ്രോയിങ് പഠിപ്പിച്ച മാവൂരുസമ്മയാണ്. ഡ്രോയിങ് മാത്രമല്ല, മാർഗം കളിയുടെ ഇൻചാർജാണ് അമ്മ. ആ സമയത്ത് ഞങ്ങൾക്കായിരുന്നു സ്റ്റേറ്റ് ഫസ്റ്റ് എപ്പോഴും മാർഗം കളിക്ക്. അതിനൊരേ ഒരു കാരണം ഈ മാവൂരുസമ്മയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ സിസ്റ്റേഴ്സിനെയും ഞാൻ പരിചയപ്പെട്ടു. അവർക്ക് എന്നെ നല്ല ഓർമ്മയാണ്. ഇത് ലിയാമ്മ, എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റർ, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അങ്ങനെ ഓരോ സിസ്റ്റേഴ്സിനും പറയാൻ ഒരുപാട് കാര്യങ്ങളായിരുന്നു എന്നെക്കുറിച്ച് എനിക്ക് അവരോടും. അവരാരും എന്നെ മറന്നിട്ടില്ല, അവരെ ആരെയും ഞാനും മറന്നിട്ടില്ല. ഞാൻ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചുനാൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഹോസ്റ്റലും കോൺവെന്റും തമ്മിലൊരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചാപ്പലിൽ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ എപ്പോഴും ആ മഠത്തിന്റെ അകത്തൂടെയാണ്. അതുകൊണ്ട് മഠത്തിലുള്ള എല്ലാവർക്കും തന്നെ ഞങ്ങളെ എല്ലാവരെയും അറിയാം. ആ കഥകളും അതുപോലെ ഇപ്പോൾ എൻ്റെ ജോലിയായ സിനിമയെക്കുറിച്ചും പരസ്യത്തിനെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് സംസാരിച്ചു. ഇങ്ങനെ ഒരുപാട് സന്തോഷം പങ്കുവെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിലും ഇവരെയൊക്കെ കാണാൻ പറ്റിയതിനും ഇവിടെ വരാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രിൻസിപ്പലിനെ ഒന്നുകൂടെ കണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. താങ്ക് യു.